യാത്രാരേഖകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര തിരിച്ചറിയൽ രേഖകൾ ലളിതമാക്കുന്നതിന്റെയും ഭാഗമായി ഈ പാസ്പോർട്ടുകൾ പുറത്തിറക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. പരമ്പരാഗത പാസ്പോർട്ടിന്റെ നവീകരിച്ച പതിപ്പാണ് ഈ പാസ്പോർട്ട്. എംഡെഡ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ്, ആന്റിന തുടങ്ങിയ ഇലക്ട്രോണിക് സവിശേഷതകളുമായാണ് ഈ പാസ്പോർട്ട് എത്തുന്നത്. കാഴ്ചയിൽ സാധാരണ പേപ്പർ പാസ്പോർട്ടിന്റേത് സമാനമാണെങ്കിലും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ എംഡെഡ് സാങ്കേതിക വിദ്യയാണ്. ഓരോ ഇ പാസ്പോർട്ടിലും പാസ്പോർട്ട് ഉടമയുടെ ബയോമെട്രിക് വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സുരക്ഷിത RFID ചിപ്പ് ഉൾപ്പെടുന്നു. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ചിപ്പിന് പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ പിന്തുണയുമുണ്ട്. അതിനാൽ ഈ ഡാറ്റയിൽ കൃത്രിമത്വം കാണിക്കുകയോ വ്യാജമായി നിർമ്മിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഉറപ്പുവരുത്താനാകും. സാധാരണ പാസ്പോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ പാസ്പോർട്ടുകൾ ഇമിഗ്രേഷൻ പരിശോധനയ്ക്കിടയിൽ വിപുലമായ സ്ഥിരീകരണ പ്രക്രിയകൾ ഉള്ളതിനാൽ ഇത് ഐഡന്റിറ്റി തട്ടിപ്പിനെതിരെയും ശക്തമായ സുരക്ഷ നൽകുന്നു. ഈ പാസ്പോർട്ടിന്റെ ഉപയോഗം മൂലം പ്രധാനമായും ലഭിക്കുന്ന ഗുണം മെച്ചപ്പെട്ട ഡാറ്റ സുരക്ഷയാണ്. എംഡെഡ് ചിപ്പ് പാസ്പോർട്ട് ഉടമയുടെ വിവരങ്ങളുടെ സമഗ്രത സംരക്ഷിക്കാൻ സഹായിക്കുകയും വ്യാജരേഖ ചമയ്ക്കൽ, കൃത്രിമത്വം, അനധികൃത ഡാറ്റ ആക്സസ് എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2024 ഏപ്രിൽ 1 ആരംഭിച്ച പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0ന്റെ ഭാഗമായി നടത്തിയ പൈലറ്റ് ഘട്ടത്തിലാണ് നിലവിൽ ഈ പാസ്പോർട്ടുകൾ നൽകുന്നത്. 2025 മാർച്ച് 3 ആരംഭിച്ച് മാർച്ച് 22 വരെ ഏകദേശം 20,729 ഈ പാസ്പോർട്ടുകൾ ഇതിനകം നൽകിയിട്ടുണ്ട്.